ഇസ്രയേൽ ചരിത്രവും വർത്തമാനവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇതൊരു എപ്പിസോഡ് കൊണ്ട് മാത്രമല്ല, ചില എപ്പിസോഡുകൾ മുമ്പോട്ട് പോകുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. ഇസ്രയേൽ ആധുനിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഇസ്രയേലും ലെബനൻ, ഗസ തുടങ്ങിയുള്ള പ്രദേശങ്ങളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിലൂടെയും പൊതുജനങ്ങളിലും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആധുനിക ലോകത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതിന് വേണ്ടി ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് പാസ്റ്റർ എ ടി ജോസഫാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. പാസ്റ്റർ എ ടി ജോസഫ് നിരവധി ബൈബിൾ കോളേജുകളിൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ചർച്ച കൂടുതൽ ഒരു സീനിയർ പാസ്റ്ററായിട്ടും ഇന്ത്യക്കകത്തും പുറത്തും വിവിധ നിലകളിൽ പ്രവർത്തിക്കുകയും പ്രയോജനപ്പെടുകയും ചെയ്യുന്ന ഒരു ദേവദാസനാണ്. പ്രത്യേകിച്ച് ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളെ ബന്ധപ്പെട്ട് അനവധി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള ഒക്കെ ദൈവം ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ചർച്ചകോടിൻ്റെ കേരള സ്റ്റേറ്റിൻ്റെ YP യുവജന വിഭാഗത്തിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ നിലയിൽ യുവജനങ്ങൾക്കിടയിൽ ഏറെ ശ്രദ്ധേയനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ ഉള്ളത്. വളരെയധികം സന്തോഷമാണ്. ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ ഇസ്രയേൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പൗരസ്ത്യ മധ്യ മേഖലകളിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പലരും ഭീഷണിയിലാണ്. ഗസയിലൊക്കെ നിരവധി ആളുകളെ ഒഴിപ്പിച്ചു, ഒത്തിരി കൊല്ലപ്പെട്ടതിൽ തന്നെ സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ്. ശരിക്കും ഇസ്രയേൽ എന്ന് കേൾക്കുമ്പോൾ എന്താണ് പാസ്റ്റർ മനസ്സിൽ വരുന്നത്? വാക്തത്വ ഭൂമി എന്നുള്ള അർത്ഥത്തിലാണ് ഇസ്രായേലിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ലിഖിതമായ അല്ലെങ്കിൽ എഴുതപ്പെട്ട ചരിത്രത്തിന് മുമ്പ് ഈ പാലസ്തീൻ എന്ന് ഇന്ന് വിവക്ഷിക്കുന്ന ഈ ദേശത്ത്, ആ ഭൂമിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. എന്നാലും ചെറിയ ചില സൂചനകൾ നമുക്ക് ബൈബിളിൽ നിന്നും മറ്റിതര ചരിത്ര രേഖകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അവിടെ തന്നെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് പറഞ്ഞത്, ഈ പലസ്തീൻ എന്ന് പറഞ്ഞ ഭൂമി സത്യത്തിൽ അത് ആരുടേത്? 1948 ശേഷമാണ് ഇസ്രായേൽ എന്ന രാജ്യം രൂപം കൊണ്ടതെന്ന് നമുക്കറിയാം. പക്ഷെ നാളുകളായി നടക്കുന്ന ഒരു തർക്കമാണ് ഈ ഭൂമി ആരുടേതാണ്, പലസ്തീനാണോ ഇസ്രയേലിൻ്റെ ആണോ അല്ലെ അബ്രഹാമിന് കൊടുത്തതാണോ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയുള്ളത്? തീർച്ചയായിട്ടും ഈ ആധുനിക ലോകത്ത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പ്രസന്റ് സാർ ചോദിച്ചത്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു തർക്കഭൂമിയായിട്ടാണ്. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പാലസ്തീനിൽ എഴുതപ്പെട്ട ചരിത്രാതീത കാലത്ത് ആരുണ്ടായിരുന്നു നമുക്കറിയത്തില്ല. എന്നാൽ എഴുതപ്പെട്ട ചരിത്രം വെച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യന്റെ ചരിത്രം, മാനവകുലത്തിന്റെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത് ആദം ഹവ്വ ദമ്പതികളിൽ ഏദൻ പർദീസം മുതലാണ്. എന്നാൽ അതിനു മുമ്പും ജീവജാലങ്ങളും അതിനു മുമ്പ് ഭൂമിയും ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ചെറിയ ചോദ്യം, ഈ 7 ദിവസം കൊണ്ടാണല്ലോ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചെന്ന് പറയുന്നത്. ആ 7 ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത്? വിശാലമായ ഒരർത്ഥത്തിൽ കാര്യം മനസ്സിലാക്കേണ്ടതാണ്. 7 ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന 24 മണിക്കൂറുള്ള ഒരു 7 ദിവസം എന്നുള്ള അർത്ഥമല്ല. സത്യത്തിൽ അതൊരു റീക്രിയേഷൻ, പുനഃസൃഷ്ടിപ്പിനെ കുറിച്ചാണ്. എന്നാൽ അതിനും എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. സത്യത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളും പിന്നീടുള്ള വാക്യങ്ങളുടെ ഇടയിൽ കോടിക്കണക്കിന് വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട്. അതായത് ആദമിന് മുമ്പ് ജീവജാലങ്ങളും ഭൂമിയും ഒക്കെ ഉണ്ടായിരുന്നു. ആ കാലങ്ങളിൽ മനുഷ്യമുഖമുള്ള ആളുകൾ വരെ ഉണ്ടായിരുന്നതായിട്ട് ഇന്ന് ചരിത്ര ഗവേഷകന്മാർ കുഴിച്ചെടുക്കുന്ന രേഖകളിൽ കോടിക്കണക്കിന് വർഷം മനുഷ്യനുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അത് സത്യമാണ്. പക്ഷെ ഇന്നത്തെ ആത്മാവും മസ്തിഷ്ക വികാസവും പ്രാപിച്ച പർദീസ മുതലുള്ള മനുഷ്യനെ ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്നത് പറഞ്ഞാൽ നിയാൻഡർത്താൽമാരിലുള്ള മനുഷ്യരെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പോകണം അല്ലേ? ശരി, ഓക്കെ. അന്നുണ്ടായിരുന്ന ഒരു ശാസ്ത്രത്തെ പാടെ തള്ളിക്കളയല്ല. ഇല്ല, അന്നൊരു ലോകം ഉണ്ടായിരുന്നു എന്നുള്ളൂ. അന്ന് നാഗരികത ഉണ്ടായിരുന്നു. അതായത് ആ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം, ഇല്ല, അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആത്മാവുള്ള മനുഷ്യൻ, ഇത്രയും മസ്തിഷ്ക വികാസം പ്രാപിച്ച മനുഷ്യൻ, അത് ഏദൻ പർദീസം മുതലാണ്. ഏകദേശം 6000 വർഷങ്ങൾ ആയിട്ടേ ഉള്ളൂ എന്ന് നമുക്ക് ബിബ്ലിക്കലി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ കളിമണ്ണ് കൊണ്ട് മനുഷ്യൻ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതെ, അത് ഇത് തന്നെ.
സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവിനെ പൊടിയിൽ നിന്ന് അല്ലേ? ദൈവത്തിന്റെ ആത്മാവിനെ അതിൽ നിവേശിപ്പിക്കുകയും കൂടെ ചെയ്തു. അപ്പൊ അത്തരത്തിലൊരു മനുഷ്യൻ, ഈ അത്തരത്തിലുള്ള മനുഷ്യൻ, അത്രയും മസ്തിഷ്ക വികാസം പ്രാപിച്ച മനുഷ്യനെ കുറിച്ച്, അപ്പൊ ആ ചരിത്രം ആരംഭിച്ചിട്ട് ഇത്രയും നാളുകളെ ആയിട്ടുള്ളൂ. എന്നാൽ അപ്പൊ അങ്ങനെ ആ ലോകം, ആദമിന് ശേഷമുള്ള മനുഷ്യരും ആ ജീവജാലങ്ങളും ഒക്കെ പിന്നീട് നശിച്ചു പോയതായിട്ട്, നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൽ നശിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതര ചില ചരിത്ര ഗവേഷക തെളിവുകളൊക്കെ നമുക്കതിന് ഉപോത്ബലകമായിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് കാണുന്ന ഭൂമിയും ഇന്നത്തെ ക്രമവും, ഇന്നത്തെ ഉൽപാദന ഭക്ഷണക്രമങ്ങൾ, ഇന്നത്തെ അന്തരീക്ഷം, ഇന്നത്തെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ, ഇതെല്ലാം നോഹയുടെ കാലത്ത് ജലപ്രളയത്തിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് കാണുന്ന മനുഷ്യർ. അപ്പം നോഹയുടെ 3 മക്കൾ ഷേം, ഹാം, യാഫത്ത് നമുക്കറിയാം. ഇതില് പ്രളയാനന്തരം മനുഷ്യൻ കുടിയിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ ഉള്ള വളരെ വിശാലമായ ഒരു സമതല ദേശം ഉണ്ടായിരുന്നു. ഇറാഖ്, അതുപോലെ കുവൈറ്റ്, തുർക്കി, ഇറാൻ, ഈ മേഖലകളിൽ, അതിന് ഷിനാർ ദേശം എന്നാണ് ബൈബിളിൽ പറയുന്നത്. വളരെയധികം മനുഷ്യവാസം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് 2 നദികൾക്കിടയിൽ. അപ്പൊ അവിടെയായിരുന്നു കുടിയിരുന്നത്. അവിടെയായിരുന്നു പ്രസിദ്ധമായ ബാബേൽ ഗോപുരം മനുഷ്യൻ പണിതതും. പിന്നീട് മനുഷ്യനെ ദൈവം അവിടുന്ന് ചിതറിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഹാം എന്ന് പറയുന്ന നോഹയുടെ മക്കൾ ആഫ്രിക്കയിലേക്കും, യാഫത്തിന്റെ മക്കൾ യൂറോപ്പിലേക്കും, ഷേമിന്റെ മക്കൾ ഷെമിറ്റിക് വംശജരാണ് ഏഷ്യയിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. നമുക്കത് മുഴുവനും വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പൊ അങ്ങനെ ഈ ഷെമിറ്റിക് വംശത്തിന്റെ പരമ്പരയിലാണ് അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ജനിക്കുന്നത്. അത് ഈ ശിനാർ ദേശത്താണ്, അല്ലെങ്കിൽ മെസോപ്പൊത്താമിയ എന്ന് പറയും, ഊർ എന്നൊക്കെ പറയുന്ന ദേശം. അപ്പം ആദാം മുതൽ 10ാം തലമുറക്കാരനായിരുന്നു നോഹ. നമ്മൾ യൂദായുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് ആദാം മുതൽ 7ാമനായ ഹാനോക്ക്. അപ്പൊ ആദാം മുതൽ 10ാമനായിരുന്നു നോഹ. നോഹയിൽ നിന്ന് വീണ്ടും 10ാം തലമുറയാണ് അബ്രഹാം. അപ്പൊ ഈ അബ്രഹാമിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് ഈ ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ 10ാം തലമുറയിലേക്കൊക്കെ വന്ന സമയത്ത് സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ജീവനുള്ള ഒരു ദൈവം, ആ ഒരു ആരാധനയായിരുന്നു ആരംഭം മുതലുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മനുഷ്യൻ വിഗ്രഹാരാധികളായി അധംപതിക്കുവാനായിട്ടിടയായി. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വിഗ്രഹാരാധികളായ മനുഷ്യൻ, അത്തരത്തിലൊരു കുടുംബത്തിലായിരുന്നു അബ്രഹാം ജനിച്ചത്. അബ്രഹാമിന്റെ പിതാവിന്റെ പേര് തേരഹ് എന്നായിരുന്നു. തേരഹ് ഒരു കുടുംബ പുരോഹിതനായിരുന്നു. താന് വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുന്നയാളും വിഗ്രഹങ്ങളെ സേവിക്കുന്നയാളും അതുപോലെ വിഗ്രഹ കച്ചവടക്കാരനുമായിരുന്നെന്നാണ് നമുക്ക്. അപ്പോൾ അക്കാലം മുതൽ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യന് ബന്ധമുണ്ട്. തീർച്ചയായിട്ടും. അതിന്റെ തെളിവായിട്ട് യോശുവയുടെ പുസ്തകം 24ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തേരഹ് നദിക്കക്കരെ പാർത്തു, അല്ലെങ്കിൽ യൂഫ്രട്ടീസ് നദിയുടെ അപ്പുറത്ത് താമസിച്ച് വിഗ്രഹങ്ങളെ സേവിച്ചു അതിന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അവിടെ നിന്ന് അബ്രഹാം എന്ന് പറയുന്ന ഈ മനുഷ്യന് മാത്രം ദൈവത്തിന്റെ ഒരു പ്രത്യേക വിളി ലഭിക്കുകയാണ്. അപ്പൊ അതിനും ഒരു ഉണ്ട് എന്ന് നമുക്ക് തിരുവെഴുത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ അബ്രഹാം ഒരു പക്ഷേ നോഹയെ കണ്ടിരിക്കാനുള്ള സാധ്യത, ഷേമുമായി സംസാരിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ അവരുടെ ക്രോണോളജി, അവരുടെ ആ കാലഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉൽപ്പത്തി പുസ്തകം 10ാം അധ്യായം നമ്മൾ പഠിച്ചാൽ 10ഉം 11ഉം അധ്യായങ്ങൾ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതുമാത്രമല്ല, നോഹയെക്കുറിച്ച് നമ്മൾ ബൈബിൾ വായിക്കുന്നത് നീതിപ്രസംഗിയായ നോഹയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജലപ്രളയത്തിന് ശേഷം 500 വർഷമാണ് നോഹ ജീവിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 500 വർഷം വെറുതെ ഇരിക്കത്തില്ലല്ലോ, നോഹ പ്രസംഗിക്കും. ഇന്ന് കാണുന്ന പരസ്യത്തിന്റെ ഒക്കെ തുടക്കം ഒരു പക്ഷേ അപ്പൊ അങ്ങനെ ആ കാലത്ത് നോഹ പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ പ്രസംഗങ്ങൾ കേട്ടോ ഷേമുമായിട്ടുള്ള, അതിന് മറ്റൊരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ വിഗ്രഹങ്ങളെ വിറ്റുകൊണ്ട് നടന്നിരുന്ന ആളായിരുന്നു അബ്രഹാം എന്ന്. അപ്പോൾ അബ്രഹാം അങ്ങനെ വിറ്റുകൊണ്ട് നടന്നപ്പോൾ ഷേമിനെ കാണുകയും ഇതല്ല യഥാർത്ഥ ഒരു ദൈവം ഉണ്ടെന്നൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിൽ മക്കളില്ല എന്നൊരു ദുഃഖം അബ്രഹാമിനുള്ളത് കൊണ്ട് പെട്ടെന്ന് ഈ കഷ്ടത വരുമ്പോഴാണല്ലോ മനുഷ്യന് ദൈവം എന്നൊക്കെ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നത്. എല്ലാം ഉണ്ടെങ്കിൽ ദൈവത്തെ വേണ്ട എന്നൊരു ചിന്താഗതിയാണ്. അപ്പോ
അങ്ങനെ ഒരു ദൈവം, ജീവനുള്ള ഒരു ദൈവം, സൃഷ്ടിക്കുന്ന ഒരു ദൈവം, സംരക്ഷിക്കുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? ഞാൻ ഈ വിറ്റുകൊണ്ട് നടക്കുന്ന ദൈവങ്ങളുടെ അപ്പുറത്ത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ? ആ അറിയാനുള്ള ആഗ്രഹമാണ് ദൈവത്തെങ്കിലേക്ക് തന്നെ എത്തിക്കുന്നത്. അതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം നമുക്ക് അനുമാനിക്കാം. അനുമാനിക്കുക മാത്രമല്ല, അതിന് തെളിവുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ അത് കാണുന്നില്ലെങ്കിലും അപ്പോസ്തല പ്രവൃത്തിയിൽ 7-ാം അധ്യായത്തിൽ ആദ്യത്തെ ക്രൈസ്തവ രക്തസാക്ഷിയായ സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് പറയുന്നുണ്ട്, അബ്രഹാം ഹാരാനിൽ വന്ന് താമസിക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ, ആ പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്, ഊറിൽ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തേജോമയനായ ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ടെന്നാണ്, എന്തിനോട് സംസാരിച്ചെന്നാണ്. അപ്പോൾ നോക്ക്, നമ്മൾ ആ പശ്ചാത്തലം പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് വരുമ്പോൾ ദൈവത്തിന്റെ ദർശനം വിളി ലഭിച്ചത് അബ്രഹാമാണ്. അപ്പൊ അബ്രഹാം പറഞ്ഞു കാണും, ഞാൻ ഇവിടുന്ന് പോവുക, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഈ ദേശത്തുനിന്ന് ഞാൻ പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ അബ്രഹാമിന് മറുപടിയില്ല. ദൈവം എന്നോട് പറഞ്ഞ ഒരു സ്ഥലം കാണിച്ചു തരാൻ പോവുക. പക്ഷെങ്കിൽ ആ യാത്ര തേരഹ് നയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തേരഹ് തൻ്റെ ഒരു മകനെ ഊറിൽ വിട്ടിട്ട്, അബ്രഹാം എന്ന് പറയുന്ന ഈ മകനെയും, ഒരു മോൻ മരിച്ചുപോയി, ആ മകന്റെ മകൻ ലോത്ത്, അവനെയും കൂട്ടിയിട്ട് തേരഹാണ് ആ യാത്ര നയിക്കുന്നത്. അപ്പൊ തേരഹിന്റെ ഉള്ളിൽ ഒരിക്കലും തേരഹിനെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ല. എന്നാൽ ഇതിനകത്ത് അബ്രഹാം മാത്രമേ ഉള്ളൂ ദൈവത്തെ കേട്ടത്. പക്ഷെ ഈ യാത്ര നയിക്കുന്നത് തേരഹുവാണ്. അങ്ങനെ ആ യാത്ര ഒരു ദുരന്തത്തിൽ കലാശിക്കുകയാണ്. അവര് ഹാരാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ വന്നു, തേരഹ് മരിച്ചു പോകുന്നു. പിന്നീട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് നമ്മൾ വ്യക്തമായിട്ട് 7 അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും പറഞ്ഞ് ദൈവം ഈ അബ്രഹാമിനെ വിളിക്കുകയാണ് ശക്തമായിട്ട്, നീ ഇവിടുന്ന് പോകണം, ഇവിടുന്ന് പോരണം, അങ്ങനെ പറഞ്ഞാണ് പിന്നീട് നമ്മൾ കാണുന്ന അബ്രഹാം അങ്ങനെ സാറായെയും ലോത്തിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് അങ്ങനെ കനാനിൽ എത്തുകയാണ്. പക്ഷേ ഈ കനാനിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കനാനിൽ ആരാ ഉണ്ടാകാൻ സാധ്യതയുള്ള? കനാനില് ഇന്ന് നമ്മൾ പറയുന്ന ഈ പാലസ്തീനികളല്ല, ഇവരൊരിക്കലും കനാന്റെ അവകാശികളായിരുന്നില്ല. ദൈവം അനുവദിച്ചാൽ അത് പിന്നീട് ഒരു എപ്പിസോഡ് നമുക്കത്. അവിടെ ഉണ്ടായിരുന്ന 9 ജാതികളാണ്. അവർ ശരിക്കും ഹാമിന്റെ മക്കളാണ്. ഇത് ഏഷ്യയുടെ ഭാഗമാണല്ലോ ഈ കനാൻ ദേശം എന്ന് പറയുന്നത്. അവിടെ അല്ലായിരുന്നു അവർക്ക് ദൈവം കൊടുത്തിരുന്നത്. പക്ഷേ അവരാണ് ഇപ്പൊ അവിടെ താമസിക്കുന്നത്. ഏകദേശം 9 തരത്തിലുള്ള ആളുകളാണ്. അത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ആരൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ വചനം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിലാണ്. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കത്മോന്യർ, ഹിത്യർ, പെരിസ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഇവിടെ ഫെലിസ്തീനില്ല. ഫെലിസ്തീൻ എന്ന് പറയുന്നത് ശരിക്കും ഈജിപ്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിനെ അല്ലെങ്കിൽ കനാനെ ആക്രമിച്ചു വന്നിരുന്ന ഒരു പ്രത്യേകതരം മല്ലന്മാരുടെ ജാതിയാണ്. അത് നമുക്ക് പിന്നീട് അവസരത്തിൽ ചിന്തിക്കാം. അപ്പം ഇവിടെ ഈ 9 ദേശക്കാരുടെ ഇടയിലേക്ക് അബ്രഹാം വരികയാണ്. അബ്രഹാം വന്നെങ്കിലും ദൈവം തനിക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ദേശമാണെന്ന് ബോധ്യം വന്നപ്പോൾ അബ്രഹാം അവിടെ വരികയും യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ദൈവം ഒരിക്കലും അബ്രഹാമിന് ഒരടി സ്ഥലം പോലും എന്ത് ചെയ്തില്ല, സ്വന്തമായിട്ട് നൽകിയില്ല. ഒരു സെമിത്തേരി മാത്രമേ കൊടുത്തുള്ളൂ. അതും ഭാര്യ മരിച്ചതിന് ശേഷം ഹിത്യർ എന്ന് പറയുന്ന ആൾക്കാരുടെ 400 വെള്ളിക്കാശിന് അബ്രഹാം വാങ്ങിച്ചതാണ്. അബ്രഹാമിന് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അബ്രഹാമിന്റെ 4-ാം തലമുറ വരെയും കൊടുത്തില്ല. ഇസ്ഹാക്കിനും കൊടുത്തില്ല, യാക്കോബിനും കൊടുത്തില്ല, യാക്കോബിന്റെ മക്കൾക്കും അവകാശം കൊടുത്തില്ല. അതിനുശേഷമാണ് ഏകദേശം 600 വർഷങ്ങൾ അതിനുശേഷം ഈ യാക്കോബിന്റെ മക്കളാണല്ലോ ഇസ്രായേലിലേക്ക് പോയത്. അപ്പൊ ഏകദേശം 600 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അബ്രഹാം കാൽ ചവിട്ടിയ ദേശം അബ്രഹാമിന്റെ സന്തതിക്ക് ദൈവം കൊടുക്കുക. എന്തുകൊണ്ട് അബ്രഹാമിനെ തുടർന്നുള്ള 3 തലമുറയ്ക്കും കൊടുത്തില്ല? എന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ടാണ്
ഇസ്രായേൽ മക്കൾക്ക് അല്ലെങ്കിൽ കൊച്ചുമക്കളായ അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾക്ക് ഇങ്ങനെ 9 ആളുകൾ 9 ജാതികൾ പാർക്കുന്ന ഈ ദേശം കൊടുത്തത്, അതിൻ്റെ പുറകിലെ ന്യായം എന്താണ്? ദൈവത്തിന് വേറെ എത്രയോ സ്ഥലങ്ങളുണ്ടായിരിക്കാം ഇത് കൊടുത്തത്. ഇപ്പം അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ന്യായം എന്താണ്? കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു സെക്കൻഡ് മതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷെ അതിനൊരു അതെ, അതിനൊരു കാരണമുണ്ട്, അതിന് ദൈവത്തിൻ്റെ ഒരു ന്യായമുണ്ട്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് ചിന്തിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് പലസ്തീൻ ആരുടേതാണ് എന്നൊരു ചോദ്യവുമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ദൈവം അബ്രഹാമിനോട് വാക്ക് പറയുന്നുണ്ട്, ഞാൻ നിന്റെ സന്തതിക്ക് അവകാശമായി ഈ ദേശം കൊടുത്തിരിക്കുന്നു. പക്ഷേ നമ്മളത് അവസാനിപ്പിക്കുന്നത് ഏകദേശം 600 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്ഥലം, ഈ ദേശം ആ ജനത്തിന് സ്വന്തമായി ലഭിച്ചതെന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്താണ് അതിന് പിന്നിലുള്ള യുക്തി? എന്താണ് അതിന് പിന്നിലുള്ള ന്യായം? ഇതിനെക്കുറിച്ചാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അടുത്ത എപ്പിസോഡ് തീർച്ചയായും കാണണം. നിങ്ങളുടെ സ്നേഹാദരവുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.